ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് കട്ടച്ചാക്കോഴി സ്പെഷ്യൽ ചിക്കൻ വേട്ട്. അതിനായിട്ട് 300 ഗ്രാം ചിക്കൻ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, സെയിം അതേ ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ടെർമറിക് പൗഡർ, അതുപോലെ തന്നെ നമ്മുടെ ക്യുമിനും ബ്ലാക്ക് പെപ്പറും കൂടി അരച്ചത് 1/4 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് 1 സ്പ്രിംഗ് കറി ലീഫ് ആഡ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് വെക്കുക. വെച്ചതിന് ശേഷം വേറൊരു പാൻ ചൂടാക്കുക. ചൂടാക്കിയിട്ട് അതിൽ 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക. 1 ഗ്രാം മസ്റ്റാർഡ് ഇട്ട് നല്ലപോലെ കടുക് പൊട്ടിയതിന് ശേഷം 1 സ്പ്രിംഗ് കറി ലീഫ് ആഡ് ചെയ്യുക. നല്ലപോലെ വഴറ്റുക. വഴറ്റിയതിന് ശേഷം 3 ഗ്രാം ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക്, അതുപോലെ തന്നെ 75 ഗ്രാം ഷാലറ്റ്സ് ആഡ് ചെയ്ത് നല്ലപോലെ സോട്ട് ചെയ്യുക. ഷാലറ്റ്സിൻ്റെ കളർ മാറുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്ത് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മാരിനേഷൻ ചെയ്തിട്ടുള്ള ചിക്കൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. മാരിനേഷൻ ചെയ്തിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്യുന്നതിന് മുന്നേ ചില്ലി പൗഡർ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്യണം. അതിന് ശേഷം ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം സ്ലോ ഫയറിൽ നല്ലപോലെ വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ കുക്ക് ചെയ്യുക. ഇത് അറ്റ്ലീസ്റ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ചിക്കനകത്തുള്ള വെള്ളമെല്ലാം ഇറങ്ങി കിട്ടും. അപ്പോൾ വേകാനും പെട്ടെന്ന് എല്ലാവും കറക്റ്റായിട്ട് വേഗം നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇതൊരു 30 മിനിറ്റ് ഇതുപോലെ ഈ സ്ലോ ഫയറിൽ കുക്ക് ചെയ്യുക. നല്ല ഇരുമ്പിൻ്റെ ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടിരിക്കും. നിർത്തുന്നതിന് മുന്നേ കുറച്ച് ഗരം മസാല മുകളിലൂടെ ഒന്ന് വിതറി കൊടുക്കുക. 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഇട്ടിട്ടൊന്ന് അടച്ച് വയ്ക്കുക. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഇത്. നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് നമ്മുടെ കപ്പ, ഇടിയപ്പം, അതുപോലെ തന്നെ പുട്ട്, ഇതിൻ്റെ കൂടെയാണ് ബേസിക്കലി ട്രിവാൻഡ്രത്ത് കട്ടച്ചാക്കോഴി സെർവ് ചെയ്യുന്നത്. നല്ല ഫേമസ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.